എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കരുതി ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക, ഒപ്പം തന്നെ അതെങ്ങനെയാണ് ഉപയോഗിക്കണമെന്നും കൂടി ഒന്ന് പറയുക. ഇതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു 4-5 പ്രൊഡക്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. കൂടുതൽ ആളുകൾക്കും സംശയം ഹെയർ സ്റ്റൈലിങ്ങിൻ്റെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഹെയറാണ്, എങ്ങനത്തെ ഹെയറാണ്, ഏത് പ്രൊഡക്റ്റാണ് നല്ലത്, അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ അവയർനെസ് ആയിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും. അതുവഴി നമ്മളും ഹാപ്പിയാവും, നിങ്ങളവരെ ഹെൽപ്പ് ചെയ്തെന്നുള്ളൊരു സന്തോഷം നിങ്ങൾക്കും കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോയിലേക്കാണ് ഈ തവണ നമ്മൾ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതിൽ നമ്മൾ പലപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള പലരും ഡെമ്മി മേടിച്ച് കൊണ്ടുപോയിട്ട് ഡെമ്മി നമ്മൾ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ച് എങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും അടുത്തൊരു പ്രാക്ടീസ് സെക്ഷൻ പോലെ അടുത്തത് ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമ്മി കൊണ്ടുപോകണം പലരും ഇതുപോലെ തന്നെ സാധാ കോമ്പ് എടുത്തിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വലിച്ചു തീരും. അപ്പോൾ എന്താ, ഈ സ്പ്രേയും കാര്യങ്ങളും അതിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതുകൂടാതെ വലിച്ചു തീരും. ഒന്നെങ്കിൽ ഡെമ്മി പൊട്ടിപ്പോവും, മുടി ഓരോന്നായിട്ട് പൊട്ടിപ്പോവും, അതല്ലെങ്കിൽ ഊരിപ്പോരും. കാരണം ഇങ്ങനെ പിടിച്ച് നിൽക്കണ കാരണം കൊണ്ട്. അതിനെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ സംഭവമാണ് ഡ്രൈ ഷാമ്പു. ഇതിന് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യാൻ പോയി, ഉച്ചത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബ്രൈഡിന് ഈവനിങ് റിസപ്ഷൻ ഉണ്ട്. പുതിയൊരു മേക്കപ്പാണ്, പുതിയൊരു റിസപ്ഷൻ സ്റ്റൈലിലുള്ള മേക്കപ്പാണ്. ഒപ്പം ഹെയർ സ്റ്റൈൽ പുതിയത് ഒരെണ്ണം ചെയ്യണം. ആ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെയർ സ്റ്റൈല് ചെയ്യുന്ന സമയത്ത് രാവിലെ ചെയ്ത് ഉച്ചയ്ക്ക് വരെയുള്ള ആ ഹെയർ സ്റ്റൈൽ എങ്ങനെ ഒഴിവാക്കാം, അതിനുവേണ്ടി ബ്രൈഡ് പോയി കുളിച്ചിട്ട് റെഡിയാക്കിയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ മുടി എപ്പോഴും ശ്രദ്ധിക്കുക. സ്റ്റൈൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ടെക്സ്ചറൈസിങ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ മുടി പാഡിൽ കോമ്പ് വെച്ച് കോമ്പ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്ത് ക്രിമ്പ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്ന മുടി നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ ക്ലിയർ ആവാനും ആ ഒരു ഫിനിഷിങ് കിട്ടാനും വേണ്ടി എപ്പോഴും നിങ്ങൾ മുടി ടെക്സ്ചറൈസേഷൻ ചെയ്യണം. ആ ടെക്സ്ചറൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന ഇതിപ്പോൾ വെല്ലയുടെ ഡ്രൈ ഷാമ്പു ആണ്. അതുപോലെ തന്നെ ഡോവ് എന്ന് പറഞ്ഞിട്ട് മെയ്ഡ് ഇൻ US ആണ്, ഇമ്പോർട്ടഡ് ആണ്. ഈ 2 ഡ്രൈ ഷാമ്പു ഇപ്പോൾ നമുക്ക് മിഡാസിൽ അവൈലബിൾ ആണ്. ഈ ഡ്രൈ ഷാമ്പു നമ്മൾ നേരെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴുകുക അങ്ങനെയൊന്നും ചെയ്യേണ്ട. അതിങ്ങനെ പതഞ്ഞിട്ട് അങ്ങോട്ട് ഇല്ലാതെയാവും. എന്നിട്ട് നമ്മൾ കോമ്പ് ചെയ്ത് നോക്കൂ, നല്ല ക്ലിയർ ആയിട്ട് വരും. അത് നിങ്ങൾ ഡെമ്മിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു റിസപ്ഷൻ ഈവനിങ് ചെയ്യുമ്പോൾ ആ ഉച്ചത്തെ സമയത്ത് ആ ഹെയർ സ്റ്റൈലൊന്ന് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മുടി ക്ലിയർ ചെയ്തെടുത്തിട്ട് അടുത്തൊരു സ്റ്റൈലിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഈ 2 ഡ്രൈ ഷാമ്പു. വിലയും കാര്യങ്ങളൊക്കെ ഞാൻ MRP മാത്രം ജസ്റ്റ് പറഞ്ഞു പോവാം. 945 ആണ് വെല്ലയുടെ MRP. ഇതിൻ്റെ ML 180 ml. ഓക്കെ. ഇനി അടുത്തത് ഡോവിൻ്റെ, ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഡോവല്ല, ഇത് 599 രൂപ MRP വരും. ഇമ്പോർട്ടഡ് ആണ്, മെയ്ഡ് ഇൻ USAയുടെ പ്രൊഡക്റ്റാണ്. ഓക്കെ. അപ്പോൾ ഈ 2 സാധനങ്ങളാണ് നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഈവനിങ്ങിൽ ചെയ്യുന്നെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഡെമ്മി വെച്ചിട്ട് ഹെയർ സ്റ്റൈലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന 2 പ്രൊഡക്റ്റാണ്. ഇത് അടുത്തത് കെയറിങ് സ്പ്രേ. പലരും നമ്മളുടെ വീഡിയോകളിൽ ഇങ്ങനെ കാണുന്നുണ്ട് കെയറിങ് സ്പ്രേ എന്ന്. അത് വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ പലർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെയറിങ് സ്പ്രേ ഇതൊന്ന് കാണിച്ചു. ഈ കെയറിങ് സ്പ്രേ ആക്ച്വലി എന്തിനാണ് എന്ന് പലർക്കും അറിയില്ല. ഇതെന്തിനാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യണ സമയത്ത് മിക്കവാറും നമ്മളുടെ ക്ലയൻറ്റിൻ്റെയൊക്കെ മുടി മിക്കവാറും സ്പ്ലിറ്റൻസും ഡാമേജും ചെറിയ ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ അല്ല, ഒരു ഫിനിഷിംഗ് ഇല്ലാതിരിക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ സ്പ്രേ ചെയ്തതിന് ശേഷം ടെക്സ്ചറൈസിങ് കഴിഞ്ഞിട്ട് ഈ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കോമ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സ്റ്റൈലിങ്ങിന് മുന്നേ ആയിട്ട് നമ്മുടെ സ്പ്ലിറ്റൻസ് ഉള്ളതും ഈ പറയുന്ന ഡാമേജും കാര്യങ്ങളൊക്കെ മാറി മുടി നല്ലൊരു നമ്മളെന്താ പറയുക, നല്ല ഫിനിഷിങ്ങിൽ ഇങ്ങോട്ട് കിട്ടും. നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാനുണ്ടാവും. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പ്രേയാണ് ഈ പറയുന്ന കെയറിങ് സ്പ്രേ. ഇതും ഇമ്പോർട്ടഡ് ആണ്. ഇതിൻ്റെ റേറ്റ് 800 ആണ് MRP. ഡിസ്കൗണ്ട് നിങ്ങൾ മിഡാസിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ മറ്റോ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഞങ്ങൾ മിക്കവാറും നേരിട്ട് കോൺടാക്ട് ചെയ്യണ പതിവ്. ഞാൻ ഇനി മുതൽ നമ്മളുടെ പ്രോഡക്റ്റുകളുടെ MRP മാത്രമേ പറയുന്നുള്ളൂ, മിഡാസിൻ്റെ ഡിസ്കൗണ്ട് പറയുന്നില്ല എന്ന് വിചാരിച്ചു. പലരുടെയും കംപ്ലയിൻറ്റുകൾ ചെറുതായിട്ട് വന്നതുകൊണ്ട്. പിന്നെ അടുത്തതായിട്ട്
എല്ലാവരും ഈ സമീപകാലത്ത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ ബ്യൂട്ടി രംഗത്ത് ഹെയർ സ്റ്റൈലിങ്ങിൽ ഭയങ്കര ഒരു റാപ്പിഡായിട്ടുള്ളൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലേക്കുള്ള പാറ്റേണിലേക്ക് നമ്മുടെ ബ്രൈഡും അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആളുകൾ ഹെയർ സ്റ്റൈലിങ്ങിൽ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയപ്പോൾ അതുപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലിപ്പോൾ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് ഷോസ്കോഫ് പ്രൊഫഷണലിൻ്റെ പി എന്ന് പറഞ്ഞിട്ടുള്ള സ്പ്രേ. ഇതിൻ്റെ MRP വരുന്നത് 2200 രൂപയാണ്. നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇവിടെ ഉണ്ടാവും. ഏകദേശം ഇത് 500 ml ആണ് ഈ ബോട്ടിലുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ഹെയർ സ്റ്റൈലിനുള്ള സ്പ്രേ അടിക്കണ പോലെ ഒരു റഫ് ആവില്ല. നമ്മൾ കണ്ടിട്ടില്ല, ഇപ്പോൾ കുറഞ്ഞ സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ ഹെയർ ഫിറ്റ് ആവുമെങ്കിലും അതിങ്ങനെ റഫായിട്ടിരിക്കും. ഇത് അങ്ങനെ ഉണ്ടാവില്ല, വളരെ നാച്ചുറൽ ലുക്ക് തന്നെ ഉണ്ടാവുക. പക്ഷെ നല്ലൊരു ഗ്ലൈസിങ് ഉണ്ടാവും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. അപ് ടു 72 hours വരെ എന്നാണ് അവർ പറയണത്. ഇപ്പോൾ ജോർജ് ക്യൂട്ടിൻ്റെ അടുത്തൊക്കെ പഠിക്കാൻ പോയ ആളുകളുണ്ടെങ്കിൽ അറിയാം. അതുപോലെ തന്നെ ജോർജ് ക്യൂട്ടിൻ്റെ അടുത്ത് പഠിച്ച ആളുകൾ നമ്മുടെ ഇവിടെ ഭൂരിഭാഗം ആളുകളും സ്റ്റൈലിസ്റ്റുകളും ട്രെയിനിങ് കൊടുക്കുന്നവരൊക്കെ അവരൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളതുമായ ഒരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന ഷോസ്കോഫ് പ്രൊഫഷണലിൻ്റെ പി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ്. ഇത് ഇമ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിങ് കുറച്ച് പെർഫെക്ഷൻ കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ചേർക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളുടെ മേക്കപ്പ് അല്ലെങ്കിൽ സ്കിൻ കെയർ ടൂൾസിലേക്ക്, സെറ്റിംഗ് സ്പ്രേയുടെ ഐറ്റംസിൽ. ഇനി അടുത്തൊരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഇപ്പോൾ സമീപകാലത്തായിട്ട് സംശയമുള്ളതും കുറച്ച് കാലമായിട്ട് കിട്ടാതിരുന്ന ഒരു സാധനമാണ് ഡസ്റ്റിറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. പലർക്കും പക്ഷേ ഇത് എന്തിനാണെന്നറിയില്ല. പല പ്രോഗ്രാംസിലും അല്ലെങ്കിൽ പല വീഡിയോസിലും നിങ്ങൾ ഈ സാധനം ഇടുന്ന കണ്ടിട്ടുണ്ടാവും. ഡസ്റ്റിറ്റ്, ഇതിൻ്റെ പേര് തന്നെ പലർക്കും അറിയില്ല. എൻ്റെ പേരാണ് ഡസ്റ്റിറ്റ്. ഷോസ്കോഫ് കമ്പനിയുടെയാണ്. ഒരു വൈറ്റ് പൗഡറാണിത്. ഇതിൻ്റെ MRP വരുന്നത് 750 രൂപയാണ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ചില സിൽക്കി ആയിട്ടുള്ള ഹെയർ നമുക്ക് സ്റ്റൈൽ ചെയ്യാനായിട്ട് ഇപ്പോൾ കെട്ടുമ്പോഴോ പിടിക്കുമ്പോഴോ ഒന്നും ഗ്രിപ്പ് കിട്ടുന്നുണ്ടാവില്ല, നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇത് ഗ്രിപ്പിന് വേണ്ടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ ഹെയർ കാണുന്ന സ്വാഭാവികതയ്ക്ക് ഒരു കുറവും വരാതെ തന്നെ, പക്ഷേ നമുക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ ഒരു ഗ്രിപ്പ് ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ ബാക്ക് കോംബ് ചെയ്യുകയും ഓളിയം തോന്നാൻ വേണ്ടിയിട്ടും ബാക്ക് കോംബ് ചെയ്തിട്ട് കൊടുക്കും, ഓളിയം കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നോർമലി നമ്മൾ ഫ്രണ്ട് വേരിയേഷനൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടാനും ഒരു ഓളിയം കിട്ടാനുമായിട്ടും നമ്മൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കും. അത് മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഓളിയം കിട്ടുക എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഒരു ചെറിയ ഗ്രിപ്പ് ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 750 രൂപയാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഷോസ്കോഫ് പ്രൊഫഷണലിൻ്റെ ഓസിസ് പ്ലസിൻ്റെ മാറ്റ് വാക്സ്. ഇതിൻ്റെ പേര് തന്നെ ഹെയർ ഫിക്സർ എന്നാണ്, പക്ഷേ മാറ്റ് വാക്സ് ആണിത്. മെസ്സപ്പ് എന്നാണ് ഇതിൻ്റെ പേര്, മെസ്സപ്പ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും എനിക്ക് തോന്നുന്നു ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഹെയർ നമ്മൾ ഫിനിഷിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ വരുന്ന ഈ ബേബി ഹെയറൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, എത്ര ചെയ്തിട്ട് മാറണില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഏറ്റവും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ്. അങ്ങനെയുള്ള നിങ്ങളുടെ സ്റ്റൈലിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബേബി ഹെയർസ് വരുന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട്, ഇതൊരു വാക്സാണ്, മാറ്റ് വാക്സ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മാറ്റായിട്ടിരിക്കും. ചില വാക്സുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റൈലിംഗ് എല്ലാം കഴിഞ്ഞ് ഇവിടെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവിടെ മാത്രം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കും, വെറ്റായിട്ട് നനച്ച് വെച്ച മുടി പോലെ ഇരിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഇത് പെരട്ടിയത് അറിയില്ല, പക്ഷേ നമ്മുടെ ചെറിയ ബേബി ഹെയർസൊക്കെ നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ കഴിയണവരെ അവരുടെ ഹെയർ അവിടെ ഒതുങ്ങിയിരുന്നോളും. നമ്മുടെ ആ ഹെയർ സ്റ്റൈലിംഗ് ഒരു പൂർണ്ണത ഇല്ലാത്ത ഫീൽ ഉണ്ടാവില്ല. അങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാക്സാണിത്. ഷോസ്കോഫ് പ്രൊഫഷണലിൻ്റെ മെസ്സപ്പ് എന്നാണ് ഇതിൻ്റെ പേര്. മാറ്റാണ് ഇതിൻ്റെ ഫിനിഷിങ്. മറ്റ് പലതും നമുക്ക് ഗ്ലോസി ടൈപ്പാണ് വരിക, അല്ലെങ്കിൽ വെറ്റ് ടൈപ്പാണ് വരിക. ഇത് മാറ്റാണ് ഫിനിഷിങ് കിട്ടുക. ഇതിന് 850 രൂപയാണ് വില. ഇനി അവസാനത്തെ പ്രോഡക്റ്റ്, എൻ്റെ അടുത്ത് പലരും എപ്പോഴും കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ ഒരു പ്രോഡക്റ്റ്, ഹെയർ മോസിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുന്നേ ആയിട്ട് ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് പറയാം. ഇത് ഉപയോഗിക്കുന്നത് വെറ്റ് ഹെയറിലായിരിക്കണം. എന്ന് വെച്ചാൽ നനഞ്ഞല്ല, ഡാംപ് ഹെയർ എന്ന് പറയില്ല, ചെറിയ നമ്മൾ കഴുകി കഴിഞ്ഞതിന് ശേഷമുള്ള ചെറിയ നനവ്, ആ നനവ് ഉള്ള ഹെയറിലേക്കാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കയ്യിലേക്ക് എടുക്കാം, അതല്ലെങ്കിൽ ബ്രഷിൽ നമ്മളിങ്ങനെ പുരട്ടിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് കോംബ് ചെയ്ത് നമ്മുടെ ഹെയറിൻ്റെ എല്ലായിടത്തേക്കിടെയും ഇത് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചൂട് കൊടുത്തത് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ബ്ലോ ഡ്രൈ ചെയ്ത് കോംബ് സെറ്റ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഇപ്പോൾ നമുക്ക് കേൾ ചെയ്യാനാണെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. കേൾ ചെയ്യാൻ ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമ്മൾ ടോങ് വെച്ചിട്ട് കേൾ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റ് ചെയ്യും. അതുകൂടാതെ നമ്മളിപ്പോൾ ഓളിയം കുറവുള്ള ആളാണ്, കുറച്ച് റൂട്ടിൽ നിന്ന് കുറച്ചൊന്ന് ഹൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ
മൂസ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ മൂസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് അറിയാമായിരിക്കും വിചാരിക്കുന്നു, ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു. എന്നിരുന്നാൽ തന്നെ മൂസിൽ എനിക്ക് വരുന്നൊരു പ്രധാന കംപ്ലയിൻറ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഉപയോഗിക്കണം, അതായത് ഇതിൽ നിന്ന് പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കണം എന്ന് പലർക്കും അറിയില്ല. എല്ലാവരും കൊണ്ടുപോയിട്ട് എന്താ ചെയ്യുക, ഇത് തുറന്നതിന് ശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും മിനിമം ചിന്തിക്കേണ്ട കാര്യം ഒന്ന് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രൊഡക്റ്റ് എടുക്കാവുള്ളൂ. ഓക്കെ, അതായത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക. രണ്ടാമത്തെ കേസ്, നിങ്ങൾ മൂസ് എടുക്കുമ്പോൾ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും എന്നല്ല, ഇതിനെക്കുറിച്ച് അറിയാത്ത കംപ്ലയിൻറ്റ് പറയുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നേരെ പിടിച്ചിട്ടാണ് എടുക്കുക. അതായത് നേരെ പിടിച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ പ്രോഡക്റ്റ് വരുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എയർ തീർന്നു പോകും. എയർ തീർന്നു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. എയർ തീരുന്നതോടൊപ്പം നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാൻ കഴിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് മൂസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെ എടുക്കുക, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുക, തല തിരിച്ച് പിടിക്കുക. ഇങ്ങനെ തല തിരിച്ച് പിടിച്ചതിന് ശേഷം നിങ്ങൾ സാധനം എടുക്കുക. അപ്പോൾ എന്താ ഗുണം, എയർ മുകളിൽ നിൽക്കും, പ്രൊഡക്റ്റ് താഴെ കിടക്കും. അപ്പോൾ എയർ എങ്ങനെ കുറഞ്ഞു വരുന്നോ അത്രത്തോളം പ്രൊഡക്റ്റ് പുറത്തേക്ക് വരും. നേരെ തിരിച്ചെടുത്താൽ എയർ ആദ്യം പോവും, അതിൻ്റെ ഒപ്പം കുറച്ച് പ്രൊഡക്റ്റ് പോരും. ഇത് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എയർ തീർന്നു പോയി, എനിക്ക് സാധനം എടുക്കാൻ പറ്റണില്ല, കംപ്ലയിൻ്റാണ്. കംപ്ലയിൻറ്റ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ കംപ്ലയിൻറ്റ് പറയുന്നതിന് മുമ്പ് സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട കാര്യം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം ഇതിലുണ്ടോ എങ്ങനെയാണ് എന്നുള്ളത് നോക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എടുക്കേണ്ടത് പ്രത്യേകം ഓർക്കുക. മൂസ് നിങ്ങൾ എപ്പോൾ ഉപയോഗിച്ചാലും, അത് ഈ കമ്പനിയുടെ എന്നല്ല, ഇത് വെല്ലയുടെയാണ്. വെല്ലയുടെ ഈ മൂസ് ബൂസ്റ്റ് ബൗൺസ് 675 രൂപയാണ്. ഏത് കമ്പനിയുടെ എടുത്താലും നിങ്ങൾ ദയവ് ചെയ്ത് മൂസ് എടുക്കുമ്പോൾ തല തിരിച്ച് വേണം എടുക്കാൻ, അല്ലെങ്കിൽ പണി കിട്ടും. എൻ്റെ അടുത്തേക്ക് ഇത് കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞ് വന്നാൽ ഞാൻ സ്വീകരിക്കില്ല. ഓക്കെ, അപ്പോൾ വളരെ പെട്ടെന്ന് ഇത്രയും പ്രോഡക്റ്റുകൾ ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നുള്ളൊരു പരിപാടിയാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ മറ്റുള്ള വീഡിയോകളിൻ്റെ ഒപ്പം ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊഡക്റ്റുകളൊന്ന് പരിചയപ്പെടണം, അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് പറയുക. താഴെ കമൻ്റായിട്ട് എനിക്ക് വാട്സപ്പ് ഇടണം എന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട് ഇട്ടാൽ മതി. എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വീഡിയോകൾ കണ്ടിട്ട് കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത്, എന്നെ കാണാൻ പറ്റിയില്ല ആൾക്ക്, മിഡാസിലേക്ക് കാസർഗോഡ് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങാനായി വെളുപ്പിന് 4:30 ഇവിടെ എത്തുകയും നമ്മുടെ യൂട്യൂബ് കണ്ടിട്ട് 4:30 എത്തുകയും, എന്നിട്ട് ഞാൻ 7 മണിക്ക് ഷോപ്പ് തുറന്നു കൊടുത്ത് അവർ സാധനങ്ങൾ എടുത്തിട്ട് ജാങ്കോ ഗെയിംസ് എന്നാണ് നമ്മുടെ ഇതിൻ്റെ അടിയിൽ കമൻ്റ് എഴുതുക. ഇവിടെ വന്ന് സാധനങ്ങൾ എടുത്ത് ഞാൻ പ്രത്യേകം ആളെ പറഞ്ഞു വിട്ടു. സാധനങ്ങൾ എടുത്ത് അവർ 9:30 ട്രെയിനിന് തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ കുറേ ആളുകൾ നമ്മളെ വിളിച്ച് ചോദിച്ചിട്ട്, പല ആളുകൾ നമ്മളെ പരിചയപ്പെടാൻ വേണ്ടി, നിങ്ങൾ ഷോപ്പിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരിചയപ്പെടുന്നതിന് യാതൊരു മടിയും പ്രതീക്ഷിക്കേണ്ട, അങ്ങനെ ഒരു കാര്യവും വേണ്ട. ഞാൻ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞോളണമെന്നില്ല, പ്രത്യേകിച്ച് ഈ മാസ്ക് വെച്ച് വന്നാരും കൊണ്ട് തന്നെ പലരും അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വന്ന് പരിചയപ്പെടാം. ഞാനങ്ങനെ ഒരു എക്സ്ട്രാ എക്സ്ട്രാ സംതിങ് ഒരു കഴിവുള്ള ആളൊന്നുമല്ല. ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംശയങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കും, അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഉള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ വരുമ്പോൾ ഞാൻ കൂടുതൽ പഠിക്കും. അതല്ലാതെ നിങ്ങൾ എന്നെ കാണുമ്പോൾ സംസാരിക്കുന്നതിന് മടിയോ അല്ലെങ്കിൽ ഞാൻ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ഒരാളാണ്. കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം, അത് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു. പലരും കെരാറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പരിചയപ്പെടാൻ ഒരു മടിയും വേണ്ട. എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും നമുക്ക് പരിചയപ്പെടാം. അത്രയും ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഈ കാര്യവുമായി ബന്ധപ്പെട്ട്. ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരത്തേക്കും തൽക്കാലം ഞാനും ഞങ്ങളുടെ ക്യാമറാമാൻ അജീഷും കൂടി തൽക്കാലം സൈനിങ് ഓഫ് ചെയ്തു. ബൈ.